നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. റബീഉ റളിയല്ലാഹു അൻഹു വലിയ മുഹദ്ദിസീങ്ങളിൽപ്പെട്ട മഹാനാണ്. റബീഉ റളിയല്ലാഹു അൻഹു മഹാനബികളുടെ പ്രത്യേകത തന്നെ എന്താണ്? എടുത്തു പറയാൻ പറ്റിയ ഒരു പ്രത്യേകതയാണ്. ലാ യതകല്ലമു ഇല്ലാ ഫീമാ യഅനിഹി. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കുന്ന മഹാനാണ് റബീഉ റളിയല്ലാഹു അൻഹു. ഏറ്റവും വലിയ മഹത്വം അതാണ്. അതിനേക്കാളും വലിയ മഹത്വം അപ്പുറം പറയാൻ പറ്റിയ വേറില്ല. എന്താ കാരണം? ഖുർആൻ ഓതുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും, നിസ്കരിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും, സ്വലാത്ത് ചൊല്ലുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും. ഈ പറയപ്പെട്ടവരിൽ തന്നെ ചിലര് ആവശ്യത്തിനും ആവശ്യമില്ലാതെ ഇങ്ങനെ ബായി ബൊമ്പായി എന്ന് പറയാം. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയും. ചില പെണ്ണുങ്ങളെ ബായിക്ക് അങ്ങനെയാ പറയാ, ബൊമ്പായി. സുബ്ഹാന ജല്ല ജലാലുഹു. ചില കിതാബിലൊക്കെ കാണാൻ കഴിയും അൽ ഗീബത്തു ഫാക്കിഹത്തുൻ നിസാഇ, സ്ത്രീകളുടെ ഫ്രൂട്ട്സ് ആണ് ഗീബത്ത്. ഇമാമിങ്ങൾ കിതാബിൽ പറഞ്ഞു. ഞാനിപ്പോ ഇന്നലെല്ലാം ഞാൻ കളത്തൂരിൽ വേല പറഞ്ഞപ്പോ ഞാനത് വായിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ അതിലേക്ക് കിടക്കണില്ല. നിങ്ങൾ മാത്രമല്ല വേല കേൾക്കണേ, ലൈവായിട്ട് കുറെ ആളുകൾ കേൾക്കുന്നുണ്ട്. ഓർ പറയും മുഞ്ഞാണ്ട് ചൊന്നതേ ഇണ്ടും ചൊന്നേ ഇയാള്. അതും ഒരു ബായി ബൊമ്പായി ആണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ ഗീബത്ത് പറയാന്ന് പറഞ്ഞാൽ, കുറ്റം പറയാന്ന് പറഞ്ഞാല് അത് ഫാക്കിഹത്തുൻ നിസാഇ, സ്ത്രീകളുടെ ഫ്രൂട്ട്സ് ആണ്. കാരണം സ്ത്രീകൾ രണ്ടാള് കൂടിയാൽ അവിടെ എന്തെങ്കിലും ഒരു കുറ്റം പറിച്ചിലുണ്ടാവും, ആരെങ്കിലും ഒരു ചർച്ച ഉണ്ടാവും. ബാധപ്പുണിയിലെ ഉമ്മ പെങ്ങന്മാരൊന്നും അങ്ങനത്തെവരല്ലാത്തതുകൊണ്ട് അപ്പൊ നിങ്ങൾക്ക് അറിയാത്തത്. അവരെ ബറക്കത്തുണ്ട്, അല്ലാഹു ഞങ്ങളെ നന്നാക്കി തരട്ടെ. അവരൊക്കെ ആമീൻ പറയും. ഞാൻ പറഞ്ഞു തന്നത് ചില സ്ത്രീകൾ എങ്ങനെയാ, അവരിങ്ങനെ കുറ്റം പറയൽ വേറെ ആരായിരിക്കൂല. പിന്നെ ആരെയാ കുറ്റം പറയാ? ഭർത്താവിന്റെ ഉമ്മാനെ കുറ്റം പറയാ. ഗീബത്ത് പറയുന്നത് ആരെയാണ്? ഒരിക്കലും ഗീബത്ത് പറയാൻ പാടില്ല ഭർത്താവിന്റെ ഉമ്മാനെ. അല്ല ഉസ്താദ്, അതാണ് ഉള്ളത് ചൊന്നേൻ, ഉള്ളതേ പറയാൻ പാടില്ല. അതിനല്ല ഗീബത്ത് തന്നെ പറയാ. ഉണ്ടെങ്കിൽ തന്നെ പറയാൻ പാടില്ല, അതാ ഗീബത്ത്. ഇല്ലാത്തത് പറഞ്ഞാൽ പിന്നെ നോണല്ലേ, അതിന് കദിബ് എന്നല്ലേ പറയാ, കളവ് എന്നല്ലേ പറയാ. അത് നാണ് ഉള്ളതല്ലേ ചൊന്നേ ഉസ്താദ്, ഉള്ളതേ ചൊല്ലുക തീരടി, ഉള്ളതേ ചൊല്ലുക തീറ. ഉള്ളത് ചൊല്ലിക്ക് ഗീബത്തുണ്ട് ചൊല്ലേ, ഇല്ലാത്തേക്ക് ചൊല്ലിക്ക, ഇല്ലാത്തേക്ക് ചൊല്ലെ കളവുണ്ട് ചൊല്ലേ. ഗീബത്തുണ്ടല്ല, അത് കളവ് ചൊല്ലേ. ഉള്ളതേ ചൊല്ലു തീര. മാമിക്കൊരു സ്വഭാവം ഉണ്ട്. ഇവിടെ മാമി എന്നാ പറയാ, അമ്മായി എന്ന് പറയാൻ എനിക്കറിയില്ല. എന്താ പറയാ? മാമി, അമ്മായി. ഏതായാലും മനസ്സിലാവാതിരിക്കൂല പറയണേ. അപ്പൊ മാമിക്കൊരു സ്വഭാവം ഉണ്ട്. ഞാൻ എന്റെ മർമോളുടെ ഉള്ളതല്ലേ ചൊല്ലേ ഉസ്താദ്. ഉമ്മ ഉള്ളത് ചൊല്ലേക്ക് ഉമ്മ ഗീബത്ത് ചൊല്ലേ. നിങ്ങളെ മർമോൾക്ക് അത് ഇഷ്ടാവില്ലേ? നല്ല മർമോൾക്ക് അത് ഇഷ്ടം ഉസ്താദ്. ഞാൻ അവളുടെ പറയുടെ അവൾക്ക് ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു പൊട്ടത്തി ഒരു മർമോളുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ ആരും ഉത്തരവാദിയല്ല. ഞാൻ പറഞ്ഞു തന്നത്, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. എന്നെ സ്ത്രീകൾക്ക് അതിന്റെ ഒരു സ്വഭാവം ഉണ്ട്. ഇവിടെ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് വലിയ ഉത്തരവാദിത്വമാണ് ഉമ്മ. ഞാൻ എന്റെ വേല കേൾക്കണം. ഉമ്മ പെങ്ങന്മാരോട് പറയട്ടെ, പുരുഷന്മാരോട് മാത്രം വേല പറഞ്ഞാൽ പോരല്ലോ, സ്ത്രീകളും കേൾക്കണല്ലോ. ഞാൻ പറയട്ടെ, നിങ്ങളെ ഭർത്താവ് ചില ഭാര്യമാരുടെ കാര്യമായ ഒരു പരാതി. എന്താ പരാതി എന്നറിയോ? ചില ഭർത്താക്കന്മാരെ ഭാര്യമാരുടെ കാര്യമായ ഒരു പരാതി. എന്താ പരാതി? ഉസ്താദേ, ഞങ്ങളെ മാപ്പിള വേറെ ഏതോ ഒരു പെണ്ണിടെ ടച്ച് ഉസ്താദേ എന്ന് പറയാം. അങ്ങനെ നന്റെ മാപ്പിളക്ക് വേറെ ആരമാ ഒരു പെണ്ണിടെ ടച്ച് ഉസ്താദ്. ഔത്തുക്ക് വന്നെങ്കിൽ മൊബൈലില് മെസ്സേജ് ആക്കി ഓട്ടിക്കിട്ട് നണ്ടെട്ടെന്ത് പൽക്ക വരില്ല, വേറെ ആരട്ടമാ പൽക്ക വരേ. അങ്ങനെ സുബ്ഹാന ജല്ല ജലാലുഹു. വേറെ ആരട്ടമാ പൽക്ക വരേ. അതിന് നീ ശരിയില്ലാത്തതുകൊണ്ടാ. നീ ശരിയുണ്ടെങ്കിൽ നിന്റെ മാപ്പിളക്ക് അങ്ങനെ തോന്നുന്നു. പിന്നെ കുറച്ച് കുജുംബ മാപ്പിളമാരുള്ള ഓർക്ക് പെഞ്ഞ് എത്ര നല്ലവളുണ്ടെങ്കിൽ ഓൾക്ക് ഓളെ പറ്റൂല. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലാഹു തആല ഓന്റെ സീക്ക് മാറ്റി കൊടുക്കട്ടെ. അതേ സമയത്ത് അങ്ങനല്ല, ഒരു ഭാര്യ എന്റെ ഭർത്താവ് എന്നിലേക്ക് മാത്രം നോക്കണം, വേറൊരു പെണ്ണിലേക്കും തെറ്റായ ചിന്തയിൽ നോക്കാൻ പാടില്ല. അത് തെറ്റല്ലേ? അന്യാണും അന്യ പെണ്ണും പരസ്പരം നോക്കുന്നത് വലിയ തെറ്റല്ലേ? അത് ചെറിയ വിഷയമാണോ? അതുകൊണ്ടല്ലേ പെണ്ണ് കാണാൻ പോണ കാര്യം അങ്ങോട്ട് ആലോചിച്ചു. പെണ്ണ് കാണൂലേ? കല്യാണത്തിന് മുമ്പ് പെണ്ണ് കാണും. എപ്പോഴാണ് പെണ്ണ് കാണൽ സുന്നത്ത്? അത് ബഅദൽ അസ്മി അലൻ നിക്കാഹി എന്ന് ഫത്ഹുൽ മുഈനിൽ വരെ ഉണ്ട്. വെറുതെ ഇങ്ങനെ ബ്രോക്കർ കാണിക്കുന്നു പറഞ്ഞിട്ട് കണ്ടതെല്ലാം പോയി കാണലല്ല. നിക്കാഹ് കഴിക്കാൻ ഉറപ്പിച്ചെങ്കിൽ പിന്നെ പെണ്ണ് കാണലോ സുന്നത്ത്. പെണ്ണ് കാണാൻ പറഞ്ഞൊരു ചടങ്ങുണ്ട്, അത് സുന്നത്താണെന്ന് ഫത്ഹുൽ മുഈനിൽ വരെ ഉണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അത് പെണ്ണ് കാണല് അങ്ങനെ ഒരു സുന്നത്തുണ്ട്. അങ്ങനെ പെണ്ണ് കാണുമ്പോ തന്നെ നോക്കേണ്ടത് എവിടെയാണ്? നോക്കേണ്ടത് പെണ്ണിന്റെ മുഖത്തേക്കാണ്. അങ്ങനെയാണ്, പെണ്ണിന്റെ മുഖത്തേക്കാണ് നോക്കണം. പിന്നെ പെണ്ണിന്റെ മുങ്കയിലേക്കാണ് നോക്കണം.
കാരണം മുഖത്തേക്ക് നോക്കിയാൽ സൗന്ദര്യം മനസ്സിലാകും. മുങ്കയ്യന്റെ ഉള്ളും പുറവും നോക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം. എന്താ കാരണം? അത് അവളുടെ ശരീരത്തിന്റെ ആ പ്രകൃതിയും അതുപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അത് എങ്ങനെയാണെന്നൊന്നും എന്നോട് ഇപ്പൊ ചോദിക്കാൻ നിൽക്കണ്ട. ഇനി ഫോൺ വിളിച്ചിട്ട് അത് ചോദിക്കാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞു തന്നത് അപ്പൊ അവിടെ അങ്ങനെ നോക്കല്, അത് മാത്രം നോക്കലാ സുന്നത്ത്. അതേസമയം സുബ്ഹാന ജല്ല ജലാലുഹു, ഇനി ഒരു പക്ഷേ ഇയാൾക്ക് നേരിട്ട് പോകാൻ കഴിയില്ലെങ്കിലും ഒരു പെണ്ണ് പോലോത്ത ഒരാളെ പറഞ്ഞയച്ചിട്ട് നോക്കിയിട്ട് വാന്ന് പറഞ്ഞേക്കാം. പെണ്ണ് പോലോത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ എന്താ? പെണ്ണുവാണോ അല്ലാത്ത ഒരു ഹുൻസനയക്കണമെന്നാ? അല്ല, പെണ്ണിനെയാണ് അയക്കേണ്ടത്. എന്താ കാരണം? ഇപ്പൊ എനിക്ക് ഒരാലോചന വന്നു എന്ന് സങ്കല്പിക്കാനാ പറഞ്ഞ. ഉദാഹരണം പറയാൻ കാര്യങ്ങൾ മനസ്സിലാക്കണം. പടച്ചറബേ, മൂന്ന് മക്കളെ ബാപ്പയാണ് ഞാൻ. അല്ലാഹു തആല ഞങ്ങളെ മക്കളെയും നിങ്ങളെ മക്കളെയൊക്കെ അല്ലാഹു സാലിഹീങ്ങളാക്കി തരട്ടെ. ഇനി എന്ത് ആലോചന? അതേ സമയത്ത് ഞാൻ അതിൽ ഉദാഹരണം സങ്കല്പിക്കാൻ വേണ്ടി പറയാം. കാരണം ഇത് പറയുമ്പോ എന്റെ ഭാര്യ ആലോചിക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് ഇപ്പൊ മങ്ങിലാവും ആശ ഉണ്ടല്ലേ? ഇല്ലമ്മ, ഒരു ആശമില്ല. അല്ലാഹു തആല സ്വർഗത്തിൽ നല്ല ഇതുപോലെ ദുനിയാവിലുള്ള ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെ ഒരു കുടുംബജീവിതം സ്വർഗത്തിൽ അല്ലാഹു തആല നമുക്ക് തമ്മിൽ നയിക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ അവിടെ മഹാന്മാരൊക്കെ പറഞ്ഞു, നേരിട്ട് പോയിട്ട് കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചവന് നേരിട്ട് പോയിട്ട് പെണ്ണ് കാണാൻ കഴിയില്ലേ? ഓൻ ഗൾഫിലാണ്, ഓർക്ക് വരാൻ കഴിയില്ല, വന്നവന്റെ ജോലി പോവും. എന്നാല് നീ നിന്റെ ഉമ്മാനെ പറഞ്ഞേക്ക്, നിന്റെ പെങ്ങളെ പറഞ്ഞേക്ക്. അതാ പെണ്ണു പോലോത്തെന്ന് പറഞ്ഞാല് അവളെ കാണാൻ പറ്റിയ ആണായാലും തിരക്കടില്ല, അവളെ കാണാൻ പറ്റിയ ആണാകണം. അതിനിപ്പോ എപ്പോഴാ കിട്ടുക? കല്യാണത്തിന് ശേഷമല്ല അതിന് കിട്ടുക, അതിന് മുമ്പ് കിട്ടുമോ? കിട്ടൂല. അപ്പൊ പെണ്ണിനെ പറഞ്ഞേക്കാം, ഉമ്മാനെ പറഞ്ഞേക്കാം നോക്കാൻ. അല്ലാതെ ഉപ്പാപ്പ പുള്ളിക്ക് പെണ്ണ് കാണാൻ പോവാ, അങ്ങനൊന്നുണ്ടോ? ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഉപ്പാപ്പ പോന്നേ, എവർക്ക് പോകുന്ന ചോദിക്കുമ്പോ എന്റെ പുള്ളിക്ക് ഒരു പെണ്ണ് കാണാൻ പോകുന്നേ, അതിന് ഉപ്പാപ്പ പോകാൻ പാടില്ല. വയസ്സാണെങ്കിലും ശരി, അല്ല ഉപ്പാപ്പ വയസ്സല്ലേ, വയസ്സാണെങ്കിലും ഉപ്പാപ്പ പോകണ്ട, ഇപ്പൊ പോകണ്ട. ഉപ്പാപ്പ പിന്നെ മംഗളായിട്ട് പുള്ളിന്റെ തിരിയോനെ പിന്നെ നോക്കിയാൽ മതി. ഓളും പുള്ളി തന്നെയല്ലേ, പുള്ളിന്റെ തിരിയോ പിന്നെ പുള്ളി തന്നെയാണ്, പിന്നെ നോക്കിയാൽ മതി. ഇപ്പൊ പോകണ്ട. ബാപ്പയും പോകണ്ട. ബാപ്പ മകന്റെ ഭാര്യനെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയാൽ മതി. ഇപ്പൊ ഒരു സൂക്കറുണ്ട്, എൻഗേജ്മെന്റ് നടത്തി വെക്കുകയാണ്. നാളെ എവിടെ കേട്ടു? എൻഗേജ്മെന്റ് ഒക്കെ ആയി ഉസ്താദ്. മങ്ങില 2 വർഷം കഴിഞ്ഞിട്ട് ഇന്നാലില്ലായോ എന്തിന് എൻഗേജ്മെന്റ്? 2 വർഷം കഴിഞ്ഞിട്ടാണ് മംഗലോ. അതിനിപ്പൊ എൻഗേജ്മെന്റ് നടത്തിയിട്ട് ഉടനെ നിക്കാഹിലൂടെ എന്ത് എൻഗേജ്മെന്റ്? ആലോചന കഴിഞ്ഞിട്ട് ഉറപ്പിച്ചാൽ നിക്കാഹ് ചെയ്ത് വെക്ക്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഫോണിൽ സംസാരം തുടങ്ങും, പിന്നെ കറങ്ങേണ്ട സ്ഥലത്ത് പലയിടത്തും പോയി കറങ്ങും. അതൊക്കെ വലിയ അപകടമാണ്. അത് വരാതിരിക്കാനാണ് നേരത്തെ നിക്കാഹ് നടക്കണമെന്ന് പറയുന്നതിരിക്കട്ടെ. നേരെ പെണ്ണ് കാണാൻ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ കാണാൻ പറ്റിയ ഒരാളെ അയക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ആ പെണ്ണ് പോയിട്ട് ഓളെ കണ്ട് ഈ പുതിയാപ്പളന്റെ അരികിൽ വന്നിട്ട് അവളെ കുറിച്ചുള്ള വസ്തു പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞയക്കലും സുന്നത്താണെന്നുണ്ടല്ലോ. അവിടെ തന്നെ പണ്ഡിതന്മാര് പറഞ്ഞു, അതേ നേർക്ക് നിനക്ക് പോകാൻ സൗകര്യമുണ്ടോ? എന്നാലും നീ തന്നെ നേരിട്ട് പോയി കാണലാണ് നല്ലത്. സൗകര്യം ഉണ്ടായിട്ടോ വേറെ ഒരാളെ പറഞ്ഞേക്കണ്ട. എന്തിനാണ് അങ്ങനെ ഒരു പെണ്ണ് കാണല് ചടങ്ങ് വെക്കാൻ കാരണം എന്താണ്? അതേ കാരണമെന്തേ? കണ്ടാ മദീന പറഞ്ഞത് തൊടാൻ പറ്റൂല. ഇസ്ലാം പറഞ്ഞത് കണ്ട കല്യാണത്തിന് മുമ്പ് പെണ്ണ് കാണൽ ചടങ്ങിന്റെ പേരിൽ തൊടാൻ പാടില്ല. ഫയഹ്റുമു, തൊടൽ ഹറാമാണ്. എന്തേ കാരണം? ഇത് ലാ ഹാജത ഇലൈഹി, തൊടുന്നതിലേക്ക് ഇപ്പൊ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് തൊടൽ ഹറാമാണ്. അങ്ങനെ ഇമാമിങ്ങൾ പറഞ്ഞ മസല പറഞ്ഞ കാലത്താണ്. ചോദിക്കട്ടെ, ഇന്നത്തെ കാലത്ത് സുബ്ഹാനല്ലാഹ് പെണ്ണ് കണ്ടു, പിന്നൊരു എൻഗേജ്മെന്റ്
എൻഗേജ്മെന്റിന് പോയിട്ട് മോതിര ഇടുന്ന് കാര്യമായിട്ട് പറയലെന്റെ മോന്തറ ഇട്ട് വന്ന ഉസ്താദ് മോന്തറ ഇട്ടിട്ട് വന്ന് അല്ല ബടുക്കു സാറില മോന്തറ ഇട്ടോ നാനേ ഇട്ടോ ഉസ്താദ് ഗൾഫിടെ പറമ്പോ കോന്നേ ഇതെല്ലാം നിന്റെ ടാറില ഓലുക മോന്തറ ഇടുകൊന്നു ആ മോതിരം ഇടുമ്പോ കൈകൊണ്ട് തൊടണ്ടേ ഇവൻ എന്ത് മനുഷ്യനാണ് നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് പെണ്ണ് കാണലല്ലേ സുന്നത്ത് അതും മുങ്കയും മുഖവും കാണലല്ലേ പറഞ്ഞത് അപ്പോ പിന്നെ കാണുക എന്ന് പറയല് കൊണ്ട് തൊടൽ പുറത്തു പോയി എന്നല്ലേ ഫത്ഹുൽ മുഈനിൽ വരെ പറഞ്ഞത് ആ തൊടൽ ഹറാമാണെന്നല്ലേ പറഞ്ഞത് അപ്പൊ നിന്റെ കൈ കൊണ്ട് തൊട്ടിട്ട് ഓൾക്ക് മോതിരമിടൽ അത് ഹറാമാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ ചെറുപ്പക്കാരെ പറയേണ്ടതുണ്ടോ മുസ്ലിമേ നിന്റെ ഉമ്മ മോതിരം ഇടട്ട് വേണ്ടെന്നല്ല പറയുന്നത് നീ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന മോതിരം മുടിപ്പുന്ന് സ്വർണത്തിന്റെ പീഡന്ന് കൊണ്ടുവന്ന മോതിരം അത് നിന്റെ ഉമ്മ ഇടട്ട് നീ ഇടണ്ട നീ ഇടുമ്പോൾ തൊടല് വരും അത് ഹറാമാണ് അത് പണ്ഡിതന്മാര് പ്രത്യേകം പഠിപ്പിച്ചതാണ് പിന്നെങ്ങനെ നിന്റെ കുടുംബ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും പിന്നെങ്ങനെ നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും എന്തേ കാരണം അന്യാണും അന്യ പെണ്ണും പരസ്പരം കാണുന്നതിനെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാര് കിതാബിൽ രേഖപ്പെടുത്തിയത് എന്താണ് സുബ്ഹാനല്ലാഹ് ഒരു പുരുഷൻ അദ്ദേഹം വയസ്സനാണ് നിങ്ങളൊക്കെ ഇവിടെ തൊണ്ടോന്ന് പറയും തോന്നുന്നു എത്ര വയസ്സാണെങ്കിലും ശരി എത്ര പ്രായമാണെങ്കിലും ശരി അന്യ പെണ്ണിന്റെ ശരീരത്തിൽപ്പെട്ട ഒരു സ്ഥലം പോലും കണ്ടാൽ ആശിക്കപ്പെടുന്ന പരിധി എത്തിയോ വയസ്സായ ആളാണെങ്കിലും പോലും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അങ്ങനെയല്ലേ ഫിഖഹിന്റെ പണ്ഡിതന്മാർ മസാല പറഞ്ഞിട്ടുള്ളത് നോക്കാലേ ഉസ്താദ് അങ്ങനെ നോക്കിയോ ഉസ്താദ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം അങ്ങനെ മസാല ഉണ്ടാകും ഞാനിപ്പോ അതല്ല പറയണ് പണ്ഡിതന്മാര് പ്രബലമായി പറഞ്ഞ അഭിപ്രായം എന്താണ് നോക്കണ്ട വയസ്സായ ആളാണെങ്കിലോ അന്യ പെണ്ണാണോ അവളെ ശരീരത്തിൽ ഒന്നും നോക്കരുത് അവള് ചിലപ്പോ കാണാൻ വിരൂപിയാണ് ഒരു കറുത്തിട്ടുള്ളാല് അവള് കരിയെത്തി അങ്ങനെയൊക്കെ പറയാറില്ലേ കറുത്തിട്ടുള്ളോ എന്ത് കറുത്തിട്ടാണെങ്കിലും ശരി നോക്കാൻ പാടില്ല അന്യാണാണോ പെണ്ണാണോ നോക്കാൻ പാടില്ല അതിന്റെ നേരെ ഉൾട്ടയും അങ്ങനെയാണ് അതേ ബാല്യക്കാർത്തി പെണ്ണ് ആണ് നോക്കുമ്പോഴോ അന്യാണ് വലിയ വയസ്സായിട്ടുണ്ട് കുറെ വയസ്സല്ലേ അങ്ങനെ നോക്കിയേ അങ്ങനെയും നോക്കരുത് എന്നല്ലേ പ്രബലമായ അഭിപ്രായം പണ്ഡിതന്മാര് കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇരിക്കട്ടെ ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കണ്ട എന്നാൽ കാണൽ മാത്രമല്ല ഒന്നും കൂടി ഞാൻ പറയട്ടെ പണ്ഡിതന്മാര് പറഞ്ഞു അതേ സൗണ്ടിനെ കുറിച്ച് പണ്ഡിതന്മാരെന്താ പറഞ്ഞത് ശബ്ദത്തെ കുറിച്ച് പണ്ഡിതന്മാരെന്താ പറഞ്ഞത് വലൈസ മിനൽ ഔറതി അസ്സൗതു സൗണ്ട് എന്നത് ഔറത്തിൽ പെട്ടതല്ല അപ്പൊ പിന്നെ അവിടെ പണ്ഡിതന്മാര് പറഞ്ഞു സൗണ്ട് കേൾക്കൽ ഹറാമില്ല നാളെ ഒരാൾ വിളിച്ചു ചോദിച്ചതാ പെണ്ണിന്റെ സൗണ്ട് കേൾക്കാൻ ആറാമില്ലല്ലോ സാർ സൗണ്ട് ഔറത്തല്ല എന്നല്ലേ പറഞ്ഞത് സൗണ്ട് കേൾക്കാൻ ആറാമില്ല എന്നല്ലേ ഉള്ളത് ഇപ്പോ ശരീഅത്ത് കോളേജുകൾ കൂടുതലാണ് ഞാനിപ്പോ അതിലേക്കൊന്നും കടക്കണില്ല എല്ലാം കൂടി പറയണല്ലോ ഞാന് എന്റെ വേദ കേൾക്കുന്ന യുവതികളോട് പറയട്ടെ ശരീഅത്ത് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളോട് പ്രത്യേകിച്ച് പറയട്ടെ നാട്ടിൽ മറ്റു കുട്ടികളെക്കാളും ഏറ്റവും കൂടുതൽ അള്ളാനെ പേടിച്ച് നടക്കേണ്ടത് ശരീഅത്ത് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളാണ് ഏതുപോലെ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് നടക്കേണ്ടത് ആരാണ് ഇൽമ പഠിക്കുന്ന മുത്തഅല്ലിമുകളാണ് അതുപോലെ ഇൽമ പഠിക്കുന്നവരാണ് ഇതുപോലെ സ്ത്രീകളിൽ അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞതനുസരിച്ച് ഏറ്റവും കൂടുതൽ അനുസരിച്ച് നടക്കേണ്ടത് ആരാണ് ശരീഅത്ത് പഠിച്ച പെൺകുട്ടികളാണ് ആ ശരീഅത്ത് പഠിച്ച പെൺകുട്ടികൾക്ക് ഇപ്പൊ ഒരു സ്വഭാവമുണ്ട് ഓരോ കൂടെ പഠിച്ച ഒരു പെണ്ണിന്റെ കല്യാണത്തിന് ഇവരെല്ലാരും പോയിട്ട് ബുർദ പാടും എന്നിട്ടോ ബുർദ പാടണ്ടെന്നല്ല ഞാൻ പറയണേ പുറത്തേക്ക് നിങ്ങളുടെ സൗണ്ട് അന്യപുരുഷന്മാര് കേൾക്കാത്ത വിധത്തിൽ നിങ്ങൾ പുതിയ പെണ്ണിനെ അടുത്തിരുത്തിയിട്ട് ബുർദ പാടിക്കോ മൈക്ക് വെച്ചിട്ട് എന്തിനാ ബുർദ പാടുന്നത് പുറത്തുനിന്ന് എല്ലാരും ബുർദ കേൾക്കൂലേ
അങ്ങനെ കേൾക്കാൻ പാടില്ല എന്നല്ലേ ഇസ്ലാം പറഞ്ഞത്. അവിടെ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ആ സൗണ്ട് കേൾക്കൽ കൊണ്ട് ഫിത്നയുണ്ടോ, അപകടമുണ്ടോ, അല്ലെങ്കിൽ ആ സൗണ്ട് കേട്ടിട്ട് ആർക്കെങ്കിലും അത് രസിക്കാൻ ഒരു അവസരം ഉണ്ടാക്കുന്നുണ്ടോ? എന്നാലേ ഹറാമില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിന് വകുപ്പുണ്ടോ? ആ സൗണ്ട് ഹറാം തന്നെ. ബുർദ പാടണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അതിന് എതിരാണ് ഞാൻ എന്ന് ഒരിക്കലും പറയണ്ട, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കണ്ട. പക്ഷേ നിങ്ങളെ കൂടെ പഠിച്ച പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ കൂടെ ഇരുത്തിയിട്ട് അവളൊരു പുതിയ പെണ്ണാണെന്ന നിലക്ക് നിങ്ങൾ പാടൂ. നിങ്ങൾ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളല്ലേ, പക്ഷേ നിങ്ങളുടെ ആ ബുർദ പാടുന്ന പാട്ട്, നിങ്ങളുടെ ആ ശബ്ദം അന്യപുരുഷന്മാർ, അതുകൊണ്ട് അവർക്കൊരു തെറ്റായ ചിന്ത ഉദിക്കുന്നുവെങ്കിൽ, അതുകൊണ്ട് അവർക്ക് രസിക്കാൻ വകുപ്പുണ്ടാകുന്നുവെങ്കിൽ, അങ്ങനെ നിങ്ങൾ ഉറക്കെ പാടുന്നത് തെറ്റാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നതിന് പകരം പടച്ച റബ്ബിന്റെ പക്കലിൽ നിന്ന് നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കുമല്ലോ. ഇത് വാത് കേൾക്കുന്ന യുവതികൾ നന്നായി ചിന്തിക്കേണ്ടതല്ലേ. സുബ്ഹാനല്ലാഹ്, എന്തിനേരെ പറയണം? ഞാൻ എന്റെ വാത് കേൾക്കുന്ന ഉമ്മമാരോട് പ്രത്യേകിച്ച് പറയട്ടെ, നിങ്ങളെ വീട്ടിലുള്ള ചെറിയ പെൺകുട്ടികളില്ലേ, ചെറിയ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ കണ്ടാൽ ആ ആശിക്കാത്ത പെൺകുട്ടികൾ, ആ പെൺകുട്ടിയുടെ മുന്തുവാരമില്ലേ, ആ പെൺകുട്ടിയുടെ സ്വകാര്യ അവയവമില്ലേ, അതിലേക്ക് നോക്കുന്നത് പോലും അതേ അനുവദനീയമല്ല. പ്രായപൂർത്തിയായ പെൺകുട്ടിയുടെ കഥയല്ല ഞാൻ പറയുന്നത്. എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാര് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, പണ്ടൊരു കാലുണ്ടായിരുന്നു, ഉണ്ടോന്നറിയില്ല, പണ്ടൊരു കാലുണ്ടായിരുന്നു. കുട്ടികളെങ്കാലും അവറത്ത് മറക്കാതെ മുന്നിൽ വന്നാല് ചട്ടിട്ടിട്ടേ പൊടി അങ്ങനൊക്കെ പറയുന്നൊരു കാലുണ്ടായിരുന്നു. ചട്ടിയിട്ടാൽ ഉട്ടികളൊക്കെ കണക്കാ. അങ്ങനെ ആയിപ്പോയി. ഉമ്മാക്കൊരു വിഷയമല്ല, അങ്ങനല്ല ഉമ്മ. ഇമാമിങ്ങൾ കിതാബിൽ എന്തൊക്കെയാ പറഞ്ഞത്? പടച്ച റബ്ബേ, ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇമാം റാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അവരൊക്കെ എന്താ പറഞ്ഞത്? അവർ പറഞ്ഞത്, കണ്ടാൽ ആശിക്കപ്പെടാത്ത ചെറിയ കുട്ടി, പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ഗുഹ്യ ഭാഗം അത് നോക്കാൻ പാടില്ല, അനുവദനീയമല്ല. അതുകൊണ്ടല്ലേ ചെറിയ പെൺകുട്ടിയാണെങ്കിൽ പോലും അവളെപ്പോഴും ഔറത്ത് മറച്ചിരിക്കണം. അതായത് അവളുടെ അതേ ഗുഹ്യ ഭാഗം മറച്ചിരിക്കണം. ചെറിയ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ആരാണ്? പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, ലാ തുസ്തഹാ, കണ്ടാൽ ആശിക്കപ്പെടാത്ത കുട്ടിയാണെങ്കിൽ പോലും ആ ചെറിയ പെൺകുട്ടിയുടെ സ്വകാര്യ അവയവത്തേക്ക് നോക്കല് തന്നെ അനുവദനീയമല്ല എന്ന് പോലും ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇമാം റാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അത് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവരുടെ അരികിലുള്ള പ്രബലമായ അഭിപ്രായമാണെന്ന് ഫത്ഹുൽ മുഈനിൽ എടുത്തുദ്ധരിച്ചില്ലേ. വലിയ വലിയ ആലിമീങ്ങളുള്ള വേദിയിൽ എനിക്ക് മസ്അല പറയാൻ അധികാരമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞാനൊരു മസ്അല ആയിട്ടല്ല ഇത് പറയുന്നത്. എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങൾക്കുള്ള ഉത്തരവാദിത്വമില്ലേ? ആ ഉത്തരവാദിത്വം നന്നായി ഉൾക്കൊള്ളാൻ കരുതിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്.